കേസ് സാറാണ് ട്യൂഷൻ അത് 7 മണി തൊട്ട് 8 മണി ട്യൂഷൻ. ഇന്നലെ മാത്രത്തിൽ 15 മിനിറ്റ്സ് ലേറ്റ് ആയി. സോറി കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് പഠിക്കാൻ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോ ഞാൻ എനിക്ക് പുറത്ത് വേറെ ട്യൂഷൻ ഉണ്ട്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ബോധം കെട്ടി കിടക്കാം. ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഇവിടെ നമ്മൾ വിളിക്കുക അങ്ങനെ കൊണ്ടുപോയപ്പോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്നാ പറയുന്നത്. പക്ഷെ അത് എങ്ങനെ അവിടെ അവൻ ബോധം കെട്ടി വിടാൻ അവിടെ അവൻ എപ്പോഴും ഇതുപോലെ തന്നെ അച്ഛനമ്മ വരുമ്പോൾ ലേറ്റ് അവൻ കറക്റ്റ് അവന്റെ ഒരു ഫുഡൊക്കെ എടുത്ത് വെച്ചിരുന്നു. ആ ഇതായിട്ട് വേറൊരു കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ മാത്രമാണ് അവൻ ഇങ്ങനെ ബോധം കെട്ടിവിടുന്നത്. അങ്ങനെയല്ല, പുള്ളിക്കാരനായിട്ട് പേടിച്ചു പോയി, എന്തോ കണ്ട് പേടിച്ചു പോയി എന്ന് പറഞ്ഞായിരുന്നു. അല്ല സാർ അവന്റെ കയ്യിൽ ഇവിടെ ഒരു മുറിവുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു മുറിവുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് എന്തോ ഒരു വെപ്പൺ വെച്ചിട്ട് അത് ഇങ്ങനെ കീറിയാന്ന് പറഞ്ഞ അത് എന്തോ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പെട്ടെന്ന് ബ്രീത്ത് ഒക്കെ എടുക്കാൻ നല്ല പാടായിരുന്നു. ഡോക്ടർ പറഞ്ഞു. അപ്പോ എന്താ സാർ ഇതൊന്നും കണ്ടുപിടിക്കാൻ രജിസ്റ്റർ കേസ് ഇവിടെ എൻ്റെ പേര് രജിസ്റ്റർ കേസ് ഞാൻ ഇവിടെ സൈൻ അടിക്കും. നിങ്ങളുടെ മേലെ അറിയിച്ചു. നിങ്ങൾക്ക് ആ കേസ് നിങ്ങളുടെ എടുക്കുന്നത് നമ്മൾ വിളിക്കുമ്പോൾ നിങ്ങൾ വേണം. പിന്നെ അവനിപ്പം മിണ്ടുന്നുണ്ടോ? കരച്ചിലടക്കാൻ എന്തോ അവൻ പറയുന്നില്ല. അവന് പറയാനൊരു പേടിയാ. അവന് തോന്നാൻ പിന്നെ വരുന്നു. അത് പിന്നെ വരുന്ന പേടി. അവൻ ഉറങ്ങുന്നില്ല. ഉറങ്ങിയാൽ തന്നെ പെട്ടെന്ന് കണ്ട് നെട്ടി ഉണരുന്നു. പക്ഷെ അവൻ പറയുന്നില്ല. അപ്പൊ കുറെ കഴിക്കുന്നുണ്ടോ? ഫുഡ് കഴിക്കുന്നില്ല. ഇല്ല. സാറേ എന്ന് വെച്ചാൽ അവൻ ഭക്ഷണം കഴിക്കുന്നില്ല. ഭക്ഷണം കഴിച്ച ഉടനെ നിർത്തും. ഒരു വായ കഴിക്കത്തുള്ളൂ. അത് എന്താന്ന് അറിയത്തില്ല. ഇങ്ങനത്തെ എത്രാം ക്ലാസ്സിലാണ് വീട്ടിനകത്ത് വേറെ കേട്ടടയ്ക്കാൻ പറഞ്ഞായിരുന്നു. ഈ ഡോറോ വിൻഡോ അങ്ങനെയൊന്നുമില്ല സാർ. എനിക്ക് തോന്നുന്നു ആ വീട്ടിന്റെ അകത്ത് ആരും ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ തോന്നുന്നുണ്ടോ ആരെയും മുമ്പ്? ഇപ്പൊ അല്ല, അന്ന് ആ സമയത്ത് അവിടെ മുമ്പേ നിങ്ങൾ തോന്നിയായിരുന്നു? ഇറങ്ങുന്നതിന് മുന്നേ സാറേ ഞങ്ങൾ ട്യൂഷന് പോയിട്ട് ഞങ്ങൾ ആരും മുന്നേ വാച്ച് ചെയ്തു. എനിക്ക് തോന്നി പുറത്ത് നിന്ന് വാച്ച് ചെയ്ത് ഞങ്ങൾ ട്യൂഷന് പോയ സമയത്ത് അവിടെ കയറി. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ ആ ബോധം കെട്ടി വീണ ചിലപ്പോ ഞാനാണ്. പക്ഷെ അവനാ വീണത്. അവനല്ലേ ആദ്യം വന്നത്. ആ വീട്ടിൽ ആരും ഉണ്ടായി സാർ. അത് ഞങ്ങൾക്ക് കണ്ടുപിടിച്ചതേ പറ്റുള്ളൂ സാറേ. എന്താ സാർ ഞാൻ പോലെ ഫോണൊന്നുമില്ല സാറേ. എനിക്ക് മാത്രമേ ഫോണുള്ളൂ. ലാൻഡ് ലൈൻ ഉണ്ട്. ലാൻഡ് ലൈനിന്റെ കണക്ഷൻ കട്ടായി കിടക്കുമായിരുന്നു. പിന്നെ അല്ല നീ പറഞ്ഞ നിങ്ങൾ ലേറ്റ് ആയിരുന്നു. അപ്പൊ ഈ പേരൻസ് ലേറ്റ് ആകുമ്പോൾ വിളിച്ചോണ്ടിരിക്കോ വീട്ടിലോട്ട്? വിളിച്ചോണ്ട് അപ്പൊ ലാൻഡ് ഫോണിൽ കേട്ടില്ല. പിന്നെ CCTV വർക്കിംഗ് അല്ലായിരുന്നു. അല്ല അതന്നെ ഏറ്റവും മെയിൻ കാരണം. നിങ്ങൾ CCTV ഉണ്ട്. അത് മെയിൻ കാരണം. ദിവസം പോയതാണോ അല്ലെങ്കിൽ മുമ്പ് വർക്കിംഗ് അല്ലാത്തത്? അത് വർക്കിംഗ് അല്ലേ. അപ്പം സാറേ റൂമിലൊന്ന് കിടന്നു. അതെ ഇവിടെ ഇങ്ങനെ ചാരിയ കിടന്നത്. ചോരയൊന്നുമില്ല സാറേ. കയ്യിലൊരു വര മതി. അങ്ങനെയൊന്നുമില്ല അടുത്തില്ല ഇങ്ങോട്ട് സാർ. അപ്പോ എന്തെങ്കിലും ഇൻഫർമേഷൻ ഒന്ന് ബംഗാളി ഒന്ന് മലയാളിയ. അത് 1 മുതൽ 5 വയസ്സിന്റെ കൊച്ചുങ്ങൾ പറഞ്ഞ 4-ാം ക്ലാസ്സിലാണ്.
ഇവിടെ ഒത്തിരി കേസുകൾ വന്നിട്ടല്ലോ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ കൊച്ചുങ്ങൾക്ക് ബിക്കോസ് അവർക്ക് അത്രയും ഇതല്ലായിരിക്കും. പിന്നെ വെയിറ്റും അത് തന്നെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ബംഗാളി രാഹുൽ, ബംഗാളിയുടെ ഒന്ന് പേര് ഋഷഭ്. അപ്പൊ എന്തായാലും ഒന്ന് നാടകമായ 2000 സാറേ എന്നാൽ ഇതിനെ പറ്റി എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമോ? വീട് ചെക്കാനും അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സീനിയർ ഇപ്പൊ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കേസ് ഒന്നും എടുക്കാറില്ല. മീഡിയോ സാറേ മീഡിയക്കാരെങ്ങനെയും അത് കൊച്ചിൻ നന്നായിട്ട് വീട് സാറേ മീഡിയ തന്നെ പുറത്ത് വലിയ ഇഷ്യൂ പേരൻസ് ഇപ്പൊ വന്നിട്ട് അവര് ഇപ്പൊ UK ഞാനിവിടെ വന്നു. സാറേ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനിയിപ്പോ നാളെ കൂടി എനിക്കിപ്പോ ട്യൂഷൻ ഉണ്ട്. ഓക്കെ നമുക്ക് പോകണം, എങ്ങോട്ടേലും പോകണം. ഓക്കെ സാർ ശരി. എന്തായി സാറേ, ഇൻഫോർമേഷൻസ് വല്ലതും ഉണ്ടോ? കൊച്ചിൻ്റെ കൊല്ലാൻ പറയാത്തോണ്ടാണ് കൊല്ലാത്ത, അല്ലെങ്കിൽ എൻ്റെ അറിയാത്തയാണ് കൊന്നു തള്ളിയേനെ. എന്തായാലും സാറേ ഇൻഫോർമേഷൻസ് ഇനി വല്ലതും ഉണ്ടെങ്കിൽ തന്നേക്ക്. ഓക്കെ എടാ സാറ് ഇവിടെ എന്തെങ്കിലും ഒന്നില്ല സാറേ, ഇവിടെ ഒന്നുമില്ല. നമുക്ക് വേറെ സാറ് സാറ് ഇവിടെ ഒന്നുമില്ല. സാറ് എവിടെ പോയി തക്കുന്നു? ഞാൻ ഇവിടെ ഉണ്ട്. ശരി. ദൈവം ഇയാൾ കത്തി ഉണ്ടായിരുന്നു തിന്നാൻ കാണാറുണ്ട്. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ പോലീസ് സാറിന് ചെറിയ ഡൗട്ട് എനിക്ക് ചെറിയൊരു ഡൗട്ട്. എടാ നിനക്ക് അവിടെ നീ കത്തിയോ ഒന്നും കിട്ടിയോ? കത്തി ഒന്നും കിട്ടിയില്ല സാർ, ഒരു ചെറിയ ബ്ലഡ് സ്റ്റെയിൻ കിട്ടി. വെറും അത് ഈ ചിലപ്പോൾ കടിച്ചു. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാനും ടെസ്റ്റ് എന്താണ് ഇങ്ങനെ പേടി? വിയർക്കുന്നുണ്ടല്ലോ. നമ്മൾ ഇത്രയും ചൂട് അല്ല. അപ്പൊ നമ്മൾ എവിടെ കൊടുക്കാൻ ഇത് സാർ? ആദ്യം ആ വീഡിയോ പോകാൻ വീട് നോക്കാം. നല്ല അടി അപ്പം സാറേ അപ്പൊ ഇവിടെ കുറെ എന്തൊക്കെ ഡ്രോയിങ്സ് ഉണ്ട്. ഇത് വട്ടിപ്പിടിച്ച ഡൂയിങ് ഗുഡ് താങ്ക്സ് സാറേ ഡ്രോയിങ്സ് എല്ലാം ഒരു പെശക് പിടിച്ച ഡ്രോയിങ്സ് എല്ലാം വേസ്റ്റ് ഡ്രോയിങ്സ്. ഏത് പൊട്ടനായിരിക്കും വരച്ചത് ഈ ഡ്രോയിങ്സ് എല്ലാം? ചെയ്യോ? ഇവിടെ പോയിട്ട് നോക്കി വേറെ ഏതെങ്കിലും വീടും തപ്പി എടുത്തോണ്ടോ? സാറേ കമ്പ്യൂട്ടറിൽ നമുക്ക് സാറേ എടാ നീ ഒന്ന് അവിടെ നോക്കിട്ട് വരണേ. സാറേ ഇതിലിപ്പോ സാറേ ഇത് എന്ന് പറയുന്ന ആനന്ദ് എന്ന് പറയുന്ന ഒരാളുടെ ഇതാണ്. നോക്കിക്കോളൂ
സാറേ ഇത് ആ ഒരു നോർമലായിട്ട് സാറേ, ഇത് വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിന് ഫുള്ള് ഗെയിമിങ്ങിന്റെ റോബ്ലോക്സ് ഒക്കെ ഇതിലുള്ള കുഴപ്പമില്ല. സാറേ ഫേസ് കിട്ടി സാറേ അപ്പുറത്തെ വീട്ടിൽ ആരും ഇല്ല. ഓക്കെ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് ഡോർ പൊട്ടിക്കാം. ഡോറൊന്നും പൊട്ടിക്കണം. സാറേ ഇനി ഏത് വീടാ? ഈ വീടാ സാറേ. ഈ വീടിന്റെ നമ്പർ ഉണ്ട് സാറേ? നമ്പർ ഇവിടെ ഡ്രോയിങ് ഉണ്ട്. മൊത്തം ഡ്രോയിങ് സാറേ ഇത് മൊത്തം ഡ്രോ എന്തോ ഒരു പേരാടാ ഈ ജില്ലാതെ ഇവിടെ ആൾക്കാർ ഇങ്ങനെ കോളനി മൊത്തം ഡ്രോയിങ്സ് ഉണ്ട് സാറേ. ഞാൻ അപ്പോൾ ഒരു ചായ എടുത്തു. ബുക്കുണ്ട്. അതിലൊക്കെ സാറേ ഈ ഡ്രോയിങ്ങും ഇതിന്റെ അകത്തൊന്നും ഒന്നുമില്ല സാറേ. പക്ഷെ എന്തോ ഒരു സംതിങ് റോങ് ഉണ്ട്. ഇവിടെ എന്തെങ്കിലും അവിടെ ഒന്നുമില്ല സാറേ. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. എനിക്ക് സാറേ കത്തില്ല. നീണ്ടോ സിഗരറ്റ് കത്തുന്നോ സാറേ? അത് കാണാറോ ഒന്ന് കത്തിച്ചോളൂ. ഇത് കത്തിച്ചിട്ട് അവിടെ പോയല്ലോ. ആ ഇവിടെ ഇപ്പൊ നമ്മൾ വരുന്നതിന് മുന്നേ ഇവിടെ ആരും വന്ന് കുത്തിട്ട് പോയി. അവിടെ നോക്കിയോ? അത് നോർമലാ സാറേ, അവിടെ ഒന്നുമില്ല. അവിടെ ഒന്നുമില്ല സാറേ. നമുക്ക് സാറേ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അദ്ദേഹം സാറേ 100 ഇതിൽ 2 പേരുണ്ട്. സാറിന് പറയുന്ന കേക്ക് നമ്മളാ കേക്ക് നീ നോക്കുന്നത്. ബംഗാളി ഒരു ബംഗാളി നമ്മുടെ നാട്ടിൽ പോയി കേസ് കഴിഞ്ഞിട്ട് പോക്സോ കേസ് മാറിയത്. വേറെ ഋഷഭ് എന്ന് പറഞ്ഞാല് അവനെയും പോലീസ് ബുക്ക് എടുത്ത് ഇപ്പൊ അവൻ ജയിലിൽ എടുക്കുക. ഈ 2 പേർ അല്ലാതെ പറയുന്നത് ഏത് ആരാണെന്ന് നമുക്കും അറിയത്തില്ല. ഈ 2 പേരുടെ മേലെ നമ്മളുടെ ഡിസ്ട്രിക്റ്റ് ഏരിയയിൽ കേസ് വന്നിട്ടുണ്ട്. ഇതല്ലാതെ വേറെ ആരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഇപ്പൊ തന്നെ 5-6 സ്റ്റേഷൻസിൽ പോയിട്ട് നല്ലതായിട്ട് ആൾക്കാരുടെ പേര് ബുക്ക് എടുത്തു. പക്ഷെ 5 റയാൻ 2018 യുവതിയെ കൊന്ന് സാറേ. സാറേ ഞാൻ പറഞ്ഞില്ലേ സാറേ, അദ്ദേഹം തന്നെയാ 100%. ഇപ്പൊ അയാളുടെ ചായ കുടിക്കാൻ പോയി സാറേ. ഇത് ഉറപ്പാ. ഇത് അയാള് വേറെ ആൾ നമ്മളോട് കളിയാ സാറേ. ഇത് ഉറപ്പാ. നിൽക്കുന്നില്ല. ഇപ്പൊ നീ പറഞ്ഞില്ലേ ഈ കേസിൽ വേറൊരാള് കണ്ണുണ്ടല്ലോ. എടാ ഈ വീട് നീ അവിടെ ഒരു വീടല്ലേ? സാറേ വന്നേ സാറേ. പിടിച്ചു കൊണ്ടുവരാ 2 ദിവസം മുമ്പേ ചെക്കനിപ്പം കൊല്ലാൻ നോക്കിയത്. നിന്നോട് യുവതി കൊന്ന കേസ് റയാൻ അതാരാണ്? സാറിനോടുള്ള പോലീസ് തന്നെയാണ് സാറേ. അവൻ സാറ് തന്നെ കണ്ടുപിടിക്കണം. അങ്ങനെ വിളിച്ചോ? നീ എൻ്റെ കൂടെ അക്ഷയ് ഗോ. അക്ഷയ് നീ ദേശം എടുത്ത് ഇവിടെ ഓടി വരട്ടെ. മരിച്ചിട്ടൊന്നുമില്ല. അടിയില്ലേ വന്നേ എന്നിട്ടോ വട്ടം ഇതുണ്ടോ?
ഐ ഡി കാർഡ് അല്ലേ നീ കോളേജ് പഠിച്ചോണ്ടിരുന്നോ? പിടിച്ചോ നോക്ക്. 4 വർഷം. ഐ ഡി കാർഡ് തന്നെ. ഇത് എപ്പോഴത്തെ ഐ ഡി കാർഡ് ഓർമ്മയുണ്ടോ? പോയേ സാറേ. പറയടാ, നീ ആനൊക്കെ കൊന്നിട്ടുണ്ടോ സത്യത്തിൽ? ഞാൻ പറയില്ല സാറേ. തന്റെ പുറകിൽ ആരാ? നീ അല്ല ചെയ്ത്, എനിക്ക് അറിയാം. പറയില്ല സാറേ. തൻ്റെ ഒരു കൂട്ടാൻ അറിയാനുണ്ട്. അവൻ ജീവിച്ചിരിച്ചോ മരിക്കുവാണോ എന്താവും എവിടെയാണ്? പറയില്ല സാറേ. എടാ നീ സത്യം പറയില്ലടാ. നീ സത്യം പറയടാ. നിന്റെ വായില്ലടാ. പറയടാ. നീ സത്യം പറയടാ. ഇല്ലടാ, നിക്ക്. നീ അവിടെ ഇരി. അവിടെ ഇരി. എടാ നിക്ക്. വിടച്ചേ. അവിടെ ഇരി. താൻ 4 വർഷം മുമ്പേ കൊന്ന ആൾക്കാർ ഇങ്ങനത്തെ പുള്ളിയായിരിക്കും, അറിയോ? പുറത്തെത്ര ആൾക്കാർ നീ കണ്ടു, ഇവളും കണ്ടു. പിന്നെ എല്ലാവരും തല്ലുകൊല്ലായിരിക്കും. ഇത് അറിയാൻ വേണ്ടി മാത്രം വേറെ ഇതേപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നീ അവിടെ പേര് പറഞ്ഞിട്ട് 10 കുട്ടികളെ കുത്തിക്കൊന്നു. സാറേ അത് തന്നെ ഞാൻ സാറേ ഇത് മീഡിയക്കാർക്ക് എല്ലാം ചോദിക്കണം. നീ ഇവിടെ വരെ കേസ് ഞാൻ മുമ്പേ രജിസ്റ്റർ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞ ദിവസത്ത്. സാറെന്താ ഇപ്പൊ പറയുന്നേ? എടാ, എനിക്ക് ആ ദിവസം ഇവൻ പിടിക്കാൻ പോയപ്പോ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവൻ പിടിക്കാൻ പോയപ്പോ ഇവൻ ചായ കുടിക്കാന്ന് പറഞ്ഞു പോയ ഓർമ്മയുണ്ടോ? ഇവൻ തന്നെ അവനോട് പറഞ്ഞു ആ റൂമിൽ തന്നെ ഇരിക്കാൻ. അപ്പൊ ഇവൻ പിടിവിട്ട് ഇവൻ രക്ഷിച്ചു പോകാൻ വേണ്ടി. പക്ഷേ സാറേ എന്തായാലും പിന്നെ ഇവന് 2 പേരെ ജയിലിൽ നിന്ന് വെളിയാക്കി സാറേ. അത് പറ്റൂല. അതെന്താ? അത് പറ്റൂല. പ്രൂഫില്ല, മൊത്തം പ്രൂഫില്ല. നിന്റെ കൈ ഫോൺ എന്തേ ഉണ്ടോ? നിന്റെ ഇവന് ഓടാന്ന് നിക്കടാ. നീ എന്താ ഇങ്ങനെ പറ. തന്റെ നമ്പർ ഒന്ന് പറയുന്നത് സൗകര്യമില്ല. എന്തായാലും കേസ് വരുമ്പോൾ രജിസ്റ്റർ ആയി. ഇത് അറിയാൻ വേണ്ടി മാത്രം വേറെ ഇതേപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നീ അവിടെ പേര് പറഞ്ഞിട്ട് 10 കുട്ടികളെ കുത്തിക്കൊന്നു. സാറേ അത് തന്നെ ഞാൻ സാറേ ഇത് മീഡിയക്കാർക്ക് എല്ലാം ചോദിക്കണം. നീ ഇവിടെ വരെ കേസ് ഞാൻ മുമ്പേ രജിസ്റ്റർ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞ ദിവസത്ത്. സാറെന്താ ഇപ്പൊ പറയുന്നേ? എടാ, എനിക്ക് ആ ദിവസം ഇവൻ പിടിക്കാൻ പോയപ്പോ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവൻ പിടിക്കാൻ പോയപ്പോ ഇവൻ ചായ കുടിക്കാന്ന് പറഞ്ഞു പോയ ഓർമ്മയുണ്ടോ? ഇവൻ തന്നെ അവനോട് പറഞ്ഞു ആ റൂമിൽ തന്നെ ഇരിക്കാൻ. അപ്പൊ ഇവൻ പിടിവിട്ട് ഇവൻ രക്ഷിച്ചു പോകാൻ വേണ്ടി. പക്ഷേ സാറേ എന്തായാലും പിന്നെ ഇവന് 2 പേരെ ജയിലിൽ നിന്ന് വെളിയാക്കി സാറേ. അത് പറ്റൂല. അതെന്താ? അത് പറ്റൂല. പ്രൂഫില്ല, മൊത്തം പ്രൂഫില്ല. നിന്റെ കൈ ഫോൺ എന്തേ ഉണ്ടോ? നിന്റെ ഇവന് ഓടാന്ന് നിക്കടാ. നീ എന്താ ഇങ്ങനെ പറ. നിക്കേ. എടാ, തന്റെ നമ്പർ ഒന്ന് പറയുന്നത് സൗകര്യമില്ല. എന്തായാലും കേസ് വരുമ്പോൾ രജിസ്റ്റർ ആയി. എനിക്ക് ഓടാൻ പറ്റില്ലായിരുന്നു കണ്ടപ്പോൾ. ബോധിയിലെന്നെനിക്ക് 2 ലക്ഷം രൂപ താടാ. തനിക്ക് 2 ലക്ഷം രൂപ തന്നെയാണ്. എന്താണ് പണി ചെയ്യാനറിയില്ല. അപ്പൊ തനിക്ക് പറ്റുന്ന പണിക്ക് കൂടി ഇനി എങ്ങാണ് എൻ്റെ അടുത്ത് അടക്കാൻ നിന്ന എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. എന്തായാലും താങ്കളാ എനിക്ക് 1 ലക്ഷം രൂപ അഡ്വാൻസ് എന്ന കൊച്ചിന്റെ കൊല്ലാൻ പറഞ്ഞത്. ഏത് കൊച്ചിന്റെ പേര്? കണ്ണു തുറന്നു പറയണോ? കണ്ണോട്ടാ, താനല്ലേടോ കൊച്ചുങ്ങൾക്കെല്ലാം കഞ്ചാവ് കൊടുക്കുന്നത്. ഏത് കഞ്ചാവ്? നിനക്ക് എന്താ ഉള്ളത് കയ്യില്? പ്രൂഫായിട്ട് എന്തോ അല്ലേ? നിന്റെ ആവശ്യമില്ല. ഞാൻ എല്ലാം പ്രൂഫും പറയും.
കഞ്ചാവ് ഇടുകയാണ് ടാബ് ഇട്ടില്ല. ഇത് മര്യാദ നീ ടാബ് നോക്കി ഈ കേസ് തോന്നും. ഇനി ഈ കേസിന് എനിക്ക് പറ്റും പുറത്ത് വെക്കുക. ഇനിയിപ്പോൾ ഒന്നും വേറെ നോക്കിയില്ലേ? ഞാനാണ് പറഞ്ഞത്. റയാനാ എല്ലാത്തിനും സഹായിച്ചത്. പൈസ തന്നത് റയാൻ, എല്ലാം ചെയ്ത് തന്നത് റയാൻ. നിങ്ങളുടെ സ്റ്റേഷനിൽ ഇരുന്ന് ഇൻഫോർമേഷൻ തന്നതിന് റയാനാ. ഇവിടെ ഇങ്ങനെ എത്ര ആൾക്ക് ഇൻഫർമേഷൻ ഉണ്ടെന്ന് ഞാൻ പറയാൻ പറ്റുമോ? ഒന്ന് പറയണം. 0 പേര്. അടുക്ക് ഇനി നീ ചെയ്യുന്ന പോലെ ഇവന് ചെയ്തിട്ടില്ല. നീ ഇവനെ കഞ്ചാവ് സപ്ലൈ ചെയ്തിട്ട് ഇവൻ